നമസ്കാരം കൂട്ടുകാരെ, ശാലീന ടീച്ചറിൻ്റെ നിത്യതയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ 3 മണിക്ക് തിരിച്ച് നേരെ ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് രംഗപൂജയ്ക്കായിട്ട് പോകുന്ന വഴിക്കുള്ള ഒരു ടിയുടെ സീൻസാണിതൊക്കെ. പക്ഷേ ഭക്ഷണം എത്തിയിട്ടില്ല കേട്ടോ. ഗ്യാസും ഒക്കെ നല്ല കുറവായിട്ട് ഭക്ഷണം ഇച്ചിരി ലേറ്റായി. അതിനുശേഷം ഞങ്ങൾ യാത്ര തുടർന്നു നേരെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക്. ഓൺലൈൻ ബാച്ചുകാരൊക്കെ അങ്ങെത്തും. ഓഫ്ലൈനിലെ മക്കളും പേരൻസും ഒക്കെ ആയിട്ട് ഈ ബസ്സിലാണ് ഞങ്ങൾ പോയത്. അങ്ങനെ നേരെ ഗുരുവായൂരെത്തി. അവിടെ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു ചെറിയ ഹോളായിട്ടുള്ള സ്ഥലമാണ് നമ്മൾ എടുത്തത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. മേക്കപ്പിനായിട്ട് നമ്മുടെ നിത്യതയിലെ 6 മക്കളും ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടൻ തന്നെ അടുത്ത് ചോറ് കഴിക്കുന്നു എന്നല്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇങ്ങെത്തി. ഉച്ചയായപ്പോഴാണ് ഇങ്ങെത്തിയത്. അപ്പോഴത്തേക്കും ഫുഡൊക്കെ കൊണ്ടുവന്നു. നമ്മുടെ രക്ഷകർത്താക്കളൊക്കെ ചേർന്ന് കുട്ടികൾക്കെല്ലാം വിളമ്പി ഞങ്ങളെല്ലാവരുമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഓൺലൈനിലെ പല മക്കളെയും അവിടെ വെച്ച് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് പോലും. ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ക്യാമറയിലൂടെ കണ്ട ആ മക്കളെയൊക്കെ നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല കൂട്ടുകാരെ. നമ്മുടെ നിത്യതയിലെ 6 അധ്യാപികമാരും തകർത്ത മേക്കപ്പ് ചെയ്യുകയാണ്. ഞാനിവിടെ ദക്ഷിണ കൊടുക്കുന്നതിനുള്ള തട്ടവും മറ്റ് ചടങ്ങ് കാര്യങ്ങളും എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ ആ കൃത്യസമയത്ത് നമുക്കെടുത്ത് കുട്ടികൾ മുഖാന്തരം അത് ഗുരുവിന് നൽകുവാൻ കഴിയുകയുള്ളൂ. ഗുരുദക്ഷിണയുടെ തട്ടം ഒരുക്കുന്നത് നല്ലൊരു ജോലി തന്നെയാണ്. ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ്. എന്തായാലും 4 വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസിനകത്ത് ഒരു 2-2.5 വർഷത്തോളമായിട്ട് നിത്യതയിലെ അധ്യാപകർ മേക്കപ്പ് ചെയ്ത് ഏറെ നന്നായി തന്നെ പഠിച്ചു വന്നിട്ടുണ്ട്. അവരാൽ കഴിയുന്നതിൻ്റെ പരമാവധിയായിട്ടും ഓരോ മക്കളെയും നന്നായി അണിയിച്ചൊരുക്കി ഇറക്കുവാൻ അവർക്കെല്ലാം സാധിച്ചു. രംഗപൂജയിലെ നൃത്തങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതും തുടർന്നും ഭാരതനടനവും ഭരതനാട്യവും നന്നായി പഠിച്ചു പോകാൻ കഴിയണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഭാരതനടനത്തിൽ ഏറെക്കുറെ നിയമങ്ങൾ ലെവലേശം കുറവാണ്. എന്നാൽ ഭരതനാട്യത്തിൽ വളരെയധികം നിയമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുമുണ്ട്. ഞങ്ങൾ തന്നെ ഫോണിൽ എല്ലാ മക്കളുടെയും ഓരോ ഫോട്ടോസ് വീതം മനോഹരമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാനലിൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അതിൽ ചെറിയൊരു പ്രശ്നം പറ്റി കുറച്ച് ഫോട്ടോസൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഞാനവിടെ മേക്കപ്പിൻ്റെ കാര്യം, തട്ടത്തിൻ്റെ കാര്യം, ഫുഡിൻ്റെ കാര്യം, ടീച്ചേഴ്സിൻ്റെ കാര്യം, സ്റ്റുഡൻസിൻ്റെ കാര്യം എല്ലാമായിട്ടുള്ള കണക്കും മറ്റ് കാര്യങ്ങളും ഒക്കെയായിട്ട് നല്ല തിരക്കിലായിരുന്നു. അങ്ങനെ 3 വർഷത്തെ എല്ലാ ട്രെയിനിങ്ങും കഴിഞ്ഞ് പൂർണ്ണ തട്ടം വാങ്ങുന്ന രീതിയിലേക്ക് നിത്യതയിലെ അധ്യാപകരായി എൻ്റെ നിത്യതി മക്കൾ എത്തി. അവർക്കെല്ലാവർക്കും അന്ന് എല്ലാ മക്കളിൽ നിന്നും പൂർണ്ണ തട്ടം ഗുരുദക്ഷിണയായി കരസ്ഥമാക്കി. പിന്നെ എനിക്ക് മക്കളെല്ലാവരും തന്നെ ഗുരുദക്ഷിണ തന്നിട്ടാണ് അവരവരുടേതായ തട്ടങ്ങൾ സ്വീകരിക്കാനായിട്ട് പോയതും. 12 മണി കഴിഞ്ഞപ്പോൾ തുടങ്ങിയ മേക്കപ്പ് ഏതാണ്ട് സന്ധ്യയ്ക്ക് 6-6:30 ആയപ്പോഴാണ് കംപ്ലീറ്റ് ആയത്. നമുക്ക് 8:40 രംഗപൂജ അരങ്ങേറ്റം. നിത്യതയിലെ 6 മക്കളും എനിക്ക് തട്ടം വെച്ച് അനുഗ്രഹം വാങ്ങി അവർക്ക് ഗുരുദക്ഷിണ വാങ്ങാവുന്ന തലത്തിലേക്ക് കടന്നു പോയി. അവർ അതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എന്തായിരുന്നോ എൻ്റെ മനസ്സിലെ ലക്ഷ്യങ്ങൾ അവയെല്ലാം ഓരോന്നോരോന്നായി ഇങ്ങനെ നടന്നു വരുന്നത് തന്നെയല്ലേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ എല്ലാവരുടെയും സന്തോഷം അത് തന്നെയല്ലേ കൂട്ടുകാരെ. ശരിക്കും ഈ നമ്മുടെ ഭാരതനടനത്തിൽ ആസ്പദമാക്കി 11 ഉപഹാരങ്ങൾ ചേർത്ത് വെച്ച ഗുരുദക്ഷിണയുടെ തട്ടം അല്പം വെയിറ്റൊക്കെയാണ് കേട്ടോ. കൊച്ചു മക്കൾക്ക് പിടിക്കാൻ തന്നെ അല്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും രക്ഷകർത്താക്കളും കൂടെ ആയിട്ട് ചേർന്ന് അത് പിടിച്ച് ഇങ്ങനെ കൊടുക്കാനേ കഴിയുകയുള്ളൂ. കാര്യം അതിന് സ്വതവേ ഒരല്പം ഭാരമുണ്ട്. നോർമലി കാണുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ജസ്റ്റ് ഗുരുദക്ഷിണ തട്ടം വാങ്ങുന്നു, കുട്ടികൾക്ക് അനുഗ്രഹം കൊടുക്കുന്നു, ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു ചുമ്മാ ഒന്ന് കണ്ടുപോകുന്ന കാഴ്ചകൾ പോലെ തോന്നാമെങ്കിലും നമ്മൾ ബേസ് ചെയ്ത് വളരെയധികം ആത്മാർത്ഥമായ ഒരുപാട്
ആത്മനിർവൃതി നൽകുന്ന ഒരു വലിയ ചടങ്ങ് തന്നെയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് നൽകുന്ന ആ ഒരു അനുഗ്രഹത്തിൽ ആ മക്കൾ വളരെ മികവുറ്റ രീതിയിൽ അരങ്ങേറുമ്പോൾ, അതുപോലെ അവർക്കൊപ്പം നിന്ന് ഇത്തരം ഫോട്ടോ എടുക്കുമ്പോൾ, അവർക്ക് മൊമെൻറ്റോ കൊടുക്കുമ്പോൾ, അവരുമായിട്ട് എപ്പോഴും സഹകരിച്ച് എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അവരുടെ സംശയങ്ങളെല്ലാം സാധൂകരിച്ച് കൊടുക്കുമ്പോൾ ഇതിലെല്ലാം കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല. അത്രത്തോളം മഹനീയമാണ്. കല എന്ന് പറയുന്നത് തന്നെ ഒരു ആത്മ അർപ്പണവും ആത്മ ആനന്ദവുമാണ് കൂട്ടുകാരെ. എല്ലാ മക്കൾക്കും ചിലങ്കയും കൊടുത്ത് എല്ലാവർക്കും രംഗപൂജ നിത്യതിയിൽ കഴിച്ചതിൻ്റെ മൊമെൻറ്റോയും കൊടുത്തു. മുന്നോട്ട് പോകുന്ന ഒരു ചുവടിലും ഒരു രീതിയിലും തെറ്റമോ ദോഷമോ ഒന്നും വരാതെ എന്നും ഈശ്വര സംരക്ഷണത്തിൽ തന്നെയായിരിക്കണേ എൻ്റെ മക്കൾ എന്ന പ്രാർത്ഥന ഈ സമയത്ത് മുഴുവൻ മനസ്സിൽ നിലനിൽക്കും. എപ്പോഴും മനസ്സിലത് നിറഞ്ഞിരിക്കും. നിത്യതി മക്കൾ എല്ലാവരും തന്നെ 6 പേരും മേക്കപ്പ് ചെയ്താണ് നിൽക്കുന്നത്. കാര്യം രംഗപൂജയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഓരോ നൃത്തങ്ങളും അവരുടേതാണ്. കൃഷ്ണൻ്റെയും അയ്യപ്പൻ്റെയും ചേർത്തുള്ള 3 നൃത്തങ്ങളാണ് കൊറിയോഗ്രാഫി ചെയ്ത് വന്നിരിക്കുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം മേടിച്ചതിന് ശേഷം മാത്രമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ, അല്ലെങ്കിൽ ഏറ്റവും തുടക്കത്തിൽ. അത് നമ്മൾക്ക് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നടന്നു. ജസ്റ്റ് ഒരു 100 മീറ്ററിനകത്ത് തന്നെയാണ് നമ്മുടെ ഓഡിറ്റോറിയം, തൊട്ടടുത്ത് തന്നെയായിരുന്നു. പിന്നെ അല്പം ഒരു സങ്കടമായി പോയ കാര്യമെന്ന് വെച്ചാൽ അവിടെ ചില ബുദ്ധിമുട്ടുകൾ കാരണമായിട്ട് ക്ഷേത്രത്തിൻ്റെ ആ ഒരു സമയത്ത് പാട്ടിനധികം ഓളിയം വയ്ക്കാൻ കഴിയത്തില്ലായിരുന്നു. അത് കാരണം പാട്ട് അല്പം ശബ്ദം കുറച്ചാണ് ഇടേണ്ടി വന്നത്. അതൊരല്പം സങ്കടമായി എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം വളരെ സന്തോഷകരമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാമൊക്കെ? നല്ലതായിരുന്നു. ശബ്ദം നല്ല കുറവായിരുന്നു അല്ലേ? രാത്രി 12 മണിക്ക് നമ്മൾ തിരികെ കൊല്ലത്തേക്ക് തിരിച്ചു. ഈ ഒരു ചെറിയ വിശേഷം കൂടി കൂട്ടുകാരുമായിട്ട് ഒന്ന് പങ്കിട്ടതാണ്. ടാറ്റാ.